ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നലെ ആവേശത്തിൻ്റെ റിവ്യൂ ഇട്ട്. ആവേശത്തിന് ശേഷം കാണാൻ പോയത് വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഇന്നലെ രാത്രി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഇപ്പം ഇറ്റ്സ് സോ ഗ്രേറ്റ് ടു സീ നമ്മളെ മലയാള സിനിമ ഇപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്, ബോക്സ് ഓഫീസ് ഹിറ്റ്സ്, ഒന്നും പറയല്ല. സൂപ്പർ ടൈം. മലയാള സിനിമ ഈസ് ബാക്ക്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ പടം. നിങ്ങൾ ഒരു വിനീത് ശ്രീനിവാസൻ ഫിലിമിൽ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതൊക്കെ ഈ പടത്തിലുണ്ട്. നമ്മളെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് പാട്ട് വരുത്തും, ആ ഒരു ടിപ്പിക്കൽ ചില ക്രിഞ്ച് സാധനങ്ങളും, പിന്നെ നിങ്ങളെ എന്തായാലും പറയാം ഇമോഷണൽ സീൻസും ഒരു ഹാപ്പി എൻഡിങ്ങും അതൊക്കെ ഈ പടത്തിലുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. നമ്മളിപ്പോൾ പെർഫോമൻസിൽ വരുമ്പോൾ പ്രണാം മോഹൻലാൽ പിന്നെ കുഴപ്പമില്ല. ഗ്ലോപ്പൊക്കെ പോലെ ഉണ്ട്. പക്ഷേ കല്യാണി പ്രിയദർശനും കുറച്ചേ ഉള്ളൂ, ഫിലിമിൽ കുറച്ചേ ഉള്ളൂ. കല്യാണിയിലും പ്രണാം മോഹൻലാൽ, എൻ്റെ മോനെ മോഹൻലാലിൻ്റെ പഴയ കളി നല്ല കട്ടുണ്ട്. മോഹൻലാലിൻ്റെ ചില സീൻസൊക്കെ നൊസ്റ്റു അടിച്ചു നിങ്ങൾക്കല്ലോ. അത്രക്കും ഫെമിലിയാരിറ്റി, അതിന് പറയാം ഫെമിലിയാരിറ്റി അല്ല, അത്രക്കും സിമിലാരിറ്റി ഉണ്ട്. ഫാദർ ലൈക്ക് സൺ. പിന്നെ ഇതിൽ പൊളിച്ച എൻ്റെ മോനെ നിവിൻ പോളി, ഓ മൈ ഗോഡ്, സൂപ്പർ. പുള്ളിക്കാരൻ ഇസ് ബാക്ക് മാൻ. പുള്ളിക്കാരൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സാധനങ്ങളുണ്ട്, എൻ്റെ മോനെ കൈയടിച്ചു പോകും സത്യം പറഞ്ഞാൽ. അത് ഇപ്പോൾ പുള്ളിക്കാരനെ കുറേ ആൾക്കാർ കളിയാക്കി, കുറേ പടങ്ങൾ പൊട്ടി, അതിനൊക്കെ തിരിച്ച് മറുപടി പറയുന്ന ഒരു സാധനമുണ്ട് സെക്കൻഡ് ഹാഫിൽ. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസന് നല്ല റോള് ചെയ്യാൻ പറ്റുമെന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരന് നല്ല റോള് ചെയ്യാൻ പറ്റുന്നതാണ്. പുള്ളിക്കാരന് എന്തും കിട്ടിയാൽ ചെയ്യാൻ പറ്റും. പുള്ളിക്കാരൻ അടിപൊളിയാക്കി ഈ ഫിലിമിൽ, അങ്ങ് ജീവിച്ചാണ് ഞാൻ ക്യാരക്ടർ അടിപൊളിയാക്കി പുള്ളിക്കാരൻ ധ്യാൻ ശ്രീനിവാസൻ. പിന്നെ ബാക്കി കുറച്ച് ക്യാമിയോകളുണ്ട്. കോമഡി എന്നെല്ലാം പറഞ്ഞാൽ ഹ്യൂമർ ഇസ് ദെയർ ഇൻ ദ ഫിലിം. നിവിൻ പോളിൻ്റെ സീൻസൊക്കെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എനിക്ക് എൻഗേജിങ് ആയിട്ട് തോന്നുന്നത്. ആ സിനിമയിൽ എടുക്കുന്ന ഷോർട്സും മറ്റേ ആ ഒരു കഥയും സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന സംഭവങ്ങളും അതെങ്ങനെ എടുത്തു വെച്ചാൽ അതെല്ലാം നല്ല രസമുണ്ട്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫും. പിന്നെ നിവിൻ പോളിൻ്റെ ടൈമിങ്ങിൽ കുറച്ച് വരുന്ന സമയത്ത് ഹ്യൂമറെല്ലാം ഉണ്ട്, അതെല്ലാം വർക്കായിട്ട്. പിന്നെ ചിലതൊന്നും വർക്കായിട്ടില്ല, ചില ക്രിഞ്ചടിച്ച. നീരജ് മാധവിൻ്റെ തന്നെ കുറച്ചെല്ലാം ക്രിഞ്ചടിച്ചു, പക്ഷെ കുറച്ച് വർക്കാണ്. ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു കുഴപ്പമില്ലാത്ത ഫിലിം തന്നെയാണ്. നമുക്ക് കണ്ടിരിക്കാം, ഫാമിലിൻ്റെ ഒപ്പം പോയി കണ്ടിരിക്കാം. നല്ലൊരു പടം തന്നെയാണ്. ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഫിലിം. ലാസ്റ്റ് ഒരു സ്മൈൽ ഓൺ യുവർ ഫേസ്, ഒരു സന്തോഷം എല്ലാവർക്കും ആയിട്ട് തിരിച്ചു പോകാം, അങ്ങനത്തെ ഒരു പടമാണിത്. സോ എന്തായാലും ഫാമിലീസിൻ്റെ ഒപ്പം തന്നെ പോയി കാണാം. നിവിൻ പോളിൻ്റെ പെർഫോമൻസും ധ്യാനിൻ്റെ പെർഫോമൻസും ഒന്നും പറയാമല്ല, സൂപ്പർ. പിന്നെ പാട്ട് അറിയാലോ, വിനീത് ശ്രീനിവാസൻ. പിന്നെ മറ്റേ ചങ്ങയുണ്ടോ, ഹെഷാമുണ്ടോ, എത്തിച്ചത് എനിക്കറിയില്ല. പക്ഷേ ഇതിലൊരു പാട്ടുണ്ട്, ജ്ഞാപകം എന്ന് പറഞ്ഞൊരു പാട്ട്, നല്ലതായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടെന്ന് തോന്നുന്നു മൊത്തം പാട്ട് ഓക്കെ, കുറേ പാട്ടുണ്ട്. ബാക്കി ഒന്നും പറയില്ല. ഇറ്റ്സ് ഗുഡ് ഫിലിം, ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഫിലിം. വിനീത് ശ്രീനിവാസൻ ടിപ്പിക്കൽ പടം. സോ എന്തായാലും പോയി കാണാം. വാച്ച് ഇറ്റ് ഫോർ നിവിൻ ആൻഡ് ധ്യാൻസ് പെർഫോമൻസ്, സൂപ്പർ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഗോഡ്സില്ല റിവ്യൂ ചെയ്യാൻ മറന്നുപോയി, ചെയ്യാം പിന്നെ ചെയ്യാം. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ്.